രസപ്പൊടി ഇല്ലാതെ നല്ല അടിപൊളി ഒരു രസം നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളക്, തക്കാളി, പിന്നെ ഒരു പീസ് കായം. അതിനുശേഷം ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ട് വെള്ളത്തിൽ പിഴിഞ്ഞു വെക്കുക. വെളുത്തുള്ളിയും കുരുമുളകും ജീരകവും പച്ചമുളകും പിന്നീട് ചുമന്നുള്ളിയും ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ചതയ്ക്കുക. അതിനുശേഷം ഒരു ചീനിച്ചട്ടി എടുത്ത് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക. നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്നതെല്ലാം കൂടി അതിലിട്ട് നന്നായിട്ട് വഴറ്റുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഇത് വഴറ്റുക. പിന്നീട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കായം ഉണ്ടല്ലോ, അതും കൂടി ഇപ്പോൾ ഇതിനകത്തിട്ട് വഴറ്റണം. ഞാൻ സാധാരണ കായപ്പൊടി ഉപയോഗിക്കാറില്ല, കായം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നീട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിനകത്തിട്ട് നന്നായിട്ട് വഴറ്റുക. തക്കാളി നന്നായിട്ട് വെന്ത് നല്ല ഉടയുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിനകത്തേക്ക് ചേർക്കുക. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നീട് കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ രസം തിളയ്ക്കാൻ അനുവദിക്കുക. പിന്നീട് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ മല്ലിയില ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ മല്ലിയില അതിനകത്ത് ഇടാം. എനിക്കത്ര ഇഷ്ടമല്ല മല്ലിയില, അതുകൊണ്ട് മല്ലിയില ഞാൻ ഒഴിവാക്കുക. നിങ്ങൾക്ക് മല്ലിയില ഇടാം. അങ്ങനെ നന്നായിട്ട് രസം തിളയ്ക്കുമ്പം തന്നെ നമ്മുടെ മൂക്കിലേക്ക് ആ മണം അങ്ങനെ അടിക്കുമ്പോൾ നമ്മുടെ വായിൽ വെള്ളമൂറും. ഈ ഒരു രസം മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ, വേറെ ഒരു കറിയും ആവശ്യമില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.